ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ചാനലിൽ സാധാരണഗതിയിൽ എൻ്റെ ഫേസ് കാണിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാറ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ചാനലിൽ സാധാരണഗതിയിൽ വീഡിയോ ചെയ്യാറ് എൻ്റെ ഫേസൊക്കെ കാണിച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് അതിന് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാരണമാണ് ഞാൻ ഫേസ് ഒന്നും കാണിക്കാണ്ട് വീഡിയോ ചെയ്യുന്നത്, വെറും സ്ക്രീൻ റെക്കോർഡ് മാത്രം ഉള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളിപ്പോൾ റമദാൻ മാസത്തിലാണ്. അപ്പോൾ നമ്മളെല്ലാവരും നോമ്പുകാരാണ്. അപ്പോൾ ഈ റമദാൻ മാസത്തിൽ നമുക്ക് ഏറെ ഉപകരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ വീട് കുറച്ച് ഉള്ളേരിയയിലാണ്, അപ്പോൾ നിങ്ങൾക്ക് പള്ളിയിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്ന നേരം മണ്ണ് കേൾക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകുന്ന ഒരു ആപ്ലിക്കേഷനാണ്. കാരണം നിങ്ങളുടെ പള്ളിയിൽ വാങ്ങിക്കൊടുക്കുന്ന അതേ സമയത്ത് തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ വാങ്ങിക്കൊടുക്കുന്നുള്ളതാണ്. അപ്പോൾ ഏതാണ് ആ ഒരു ആപ്ലിക്കേഷൻ എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് നിസ്കാര സമയം എന്നുള്ളതാണ്. ഇത് മിഫ്തിയുടെ ഒരു ആപ്ലിക്കേഷനാണ്. മിഫ്തി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഐക്കാർഡിലും ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലൊക്കെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. അതായത് ഇത് ലാംഗ്വേജ് സെറ്റ് ചെയ്യാനുള്ള ഒരു പേജാണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യാമെന്നറിയോ, മലയാളം കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മതി എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷും കൊടുക്കാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി ഇവിടെ തുടരാൻ ഇവിടെ തട്ടുക എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൊക്കേഷൻ പെർമിഷൻ ചോദിക്കുന്ന ഒരു പോപ്പപ്പ് വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാമെന്നറിയോ, വൈൽ യൂസിങ് ദ ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ലൊക്കേഷൻ അനുസരിച്ചിട്ടുള്ള, അതായത് നിങ്ങളുടെ ലൊക്കേഷനകത്തുള്ള പള്ളികളുടെ കറക്റ്റ് വാങ്ങിക്കൊടുക്കുന്ന സമയമെല്ലാം ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇതിൽ വന്നിട്ടുള്ള നിങ്ങളുടെ ലൊക്കേഷൻ തെറ്റായി പോയി എന്നുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലപ്പേര് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സെർച്ച് പ്ലേസ് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, ബ്രൗസ് കൊടുക്കുക. പിന്നെ ഇവിടെ കൺട്രി ഒന്നും മാറ്റേണ്ട കാര്യമില്ലല്ലോ. എന്നിട്ട് ഈ ടൈം സോഴ്സിൻ്റെ അവിടെ ഒന്നുകിൽ മിസ്സലേനിയസ് സോഴ്സ് എന്നോ അല്ലെങ്കിൽ സമസ്ത എന്ന് കൊടുക്കും. അപ്പോൾ ഞാനിവിടെ സമസ്തയാണ് കൊടുക്കുന്നത്. ഇവിടെ സ്റ്റേറ്റും കാര്യങ്ങളൊന്നും മാറ്റേണ്ട കാര്യമില്ല. ഡിസ്ട്രിക്റ്റ് വേണമെങ്കിൽ നിങ്ങളുടെ ഏതാണോ ഡിസ്ട്രിക്റ്റ് അത് നിങ്ങളിവിടെ എൻ്റർ ചെയ്യുക. ഓക്കെ, ഞാനിവിടെ പാലക്കാടാണ് കൊടുക്കുന്നത്, പാലക്കാട്. ഇനി ഇവിടെ നിയമസഭാ മണ്ഡലം ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാലക്കാട് കുറേ നിയമസഭാ മണ്ഡലം ഉണ്ടല്ലോ, തൃത്താല, പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം, കോങ്ങാട്, മണ്ണാർക്കാട് പറഞ്ഞിട്ട് കുറേ ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങളുടെ ആലത്തൂരാണ്, അപ്പോൾ ആലത്തൂർ കൊടുക്കുന്നു. ഇനി ഇവിടെ ഷാഫി, ഹനഫി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഷാഫിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷാഫി പള്ളികളിലെ നിസ്കാര സമയം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഹനഫിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹനഫി പള്ളികളുടെയാണ് അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ ഈ ചാർട്ടിൽ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഞങ്ങൾ ഷാഫി ആയതുകൊണ്ട് ഷാഫി കൊടുക്കുന്നു. എന്നിട്ട് സേവ് കൊടുക്കുന്നു. സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്ഥലത്ത് നമ്മൾ താമസിക്കുന്ന അടുത്തുള്ള പള്ളികളുടെയൊക്കെ, ഷാഫി പള്ളികളുടെയൊക്കെ, അതായത് നമ്മൾ ഷാഫിയാണല്ലോ കൊടുത്തിരിക്കുന്നത്, അപ്പോൾ ഷാഫി പള്ളികളിലൊക്കെയുള്ള ബാങ്കിൻ്റെ സമയം ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് ഇതേപോലെ കുറേ സ്ഥലങ്ങൾ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു 7 സ്ഥലങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കൃത്യമായി ആ സമയത്തിന് നമ്മുടെ മൊബൈലിൽ വാങ്ങി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ഇതിപ്പോൾ ഞാനിവിടെ ലുഹറിൻ്റെ അവിടെയാണ് ബ്ലിങ്ക് ആവുന്നത്. അതായത് ഇനി ഇപ്പോൾ ലുഹർ വാങ്ങി കൊടുക്കേണ്ട സമയം ആവാനായില്ല, 12:41 ലുഹർ വാങ്ങി ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഈ ഫോണിൽ വാങ്ങി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനാബിൾ സൗണ്ട് എന്നുള്ളവിടെ നമ്മുടെ ഓട്ടോമാറ്റിക്കായി അവിടെ വരുന്നത്, അവിടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ ബീപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സംഗതി ഉണ്ടല്ലോ, ഇത് മാറ്റി ഒന്നുകിൽ ഷോർട്ട് അസാനോ അല്ലെങ്കിൽ ഫുൾ അസാൻ 1 അല്ലെങ്കിൽ ഫുൾ അസാൻ 2 നമ്മൾ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ ഫുൾ അസാൻ 1 ആണ് കൊടുക്കുന്നത്. സേവ് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ആ ലുഹർ വാങ്കിൻ്റെ ആ സമയത്ത്, അതായത് നമ്മുടെ പള്ളിയിൽ ലുഹർ വാങ്ങി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മൊബൈലിലും ലുഹർ വാങ്ങി കൊടുക്കുന്നതാണ്. ഇനി ഇക്കാമത്തും നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്യാം. ഇക്കാമത്തിന് ഞാനിവിടെ ഞാനിവിടെ എനാബിൾ സൗണ്ട് കൊടുത്തിട്ടില്ല, കാരണം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് വാങ്ങി കൊടുക്കണതിൻ്റെ അത് മാത്രം മതി. അപ്പോൾ ഞാൻ ഇക്കാമത്തിൻ്റെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് തറാവീഹിനും ഇതേപോലെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് തറാവീഹിൻ്റെ ആ സമയം നമുക്ക് കാണാനായിട്ട് സാധിക്കും. 8:45 ഇവിടെ തറാവീഹ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നോട്ടിഫിക്കേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ 8:45 എന്ന് പറഞ്ഞിട്ടുള്ള ഈ സംഗതിയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എനാബിൾ കൊടുക്കുക. ഇതിൽ നമുക്ക് വാങ്ക് പ്ലേ ആവില്ല കേട്ടോ, ഇതിൽ നമുക്ക് ബീപ്പ് സൗണ്ട്സ് ആണ് പ്ലേ ആവുന്നത് ഇതേപോലെ. ഓക്കെ, ഇനി അത്താഴ വിരാമം, അതായത് നമ്മൾ റമദാൻ നോമ്പൊക്കെ എടുക്കുന്ന സമയത്ത് അത്താഴം കഴിക്കൽ നിർത്തേണ്ടുന്ന ആ സമയം ഉണ്ടല്ലോ, അപ്പോൾ ആ സമയത്ത് നോട്ടിഫിക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ അത്താഴ വിരാമം എന്ന് പറഞ്ഞിട്ട് 5:08 കൊടുത്തിരിക്കുന്നത്. 5:08. സാധാരണ അത്താഴ വിരാമം നമ്മൾ ചെയ്യേണ്ടത്, അതായത് അത്താഴം കഴിക്കൽ നിർത്തേണ്ടത് എത്രയോ സമയമുണ്ട്, അതായത് സുബഹി വാങ്കിൻ്റെ എത്രയോ സമയം മുമ്പ് നമ്മൾ അത്താഴം കഴിക്കൽ നിർത്തണം എന്നാണ്. അപ്പോൾ ആ സമയത്ത് നോട്ടിഫിക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ ഈ 5:08 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബീപ്പ്, അതായത് നമ്മുടെ ബീപ്പ് സൗണ്ടാണത്. ഇവിടെ നിങ്ങൾക്ക് കിറാത്ത് 1, കിറാത്ത് 2, കിറാത്ത് 3 എന്ന് പറഞ്ഞിട്ട് 3 കാണാനായിട്ട് സാധിക്കും. അതായത് ഖുർആൻ പാരായണമാണ് കേട്ടോ.
ഇവിടെ നമ്മൾ കിറാത്ത് വണ്ടിൽ ഞാനിപ്പോൾ ഇതൊന്നും ക്ലിക്ക് ചെയ്യുന്നില്ല, കാരണം ഇത് ക്ലിക്ക് ചെയ്ത് ഇത് ഓടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടും. അപ്പോൾ ഞാനതൊന്നും ക്ലിക്ക് ചെയ്യുന്നില്ല. ഇതൊക്കെ ഖുർആൻ പാരായണമാണ്. ഓക്കെ, അതത്ര മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇനി ഈദ് നിസ്കാരം, അതായത് പെരുന്നാൾ നിസ്കാരത്തിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെന്ത് ചെയ്യാന്നറിയോ, ഇവിടെ ഈദ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ 7:30 കൊടുത്തിരിക്കുന്നത്, അതായത് 7:30 ഇവിടെ ഈദ് നിസ്കാരം തുടങ്ങുന്നത് സാധാരണഗതിയിൽ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എനാബിൾ സൗണ്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബീപ്പിലാണ് വന്ന് നടക്കുന്നത്. ഇനി അത് തക്ബീർ 1, തക്ബീർ 2, തക്ബീർ 3 എന്ന് പറഞ്ഞിട്ട് 3 ഉണ്ട്. അതിലേതെങ്കിലുമൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് സേവ് കൊടുക്കും. ഞാനിപ്പോൾ ഇതിലൊന്നും ക്ലിക്ക് ചെയ്യുന്നില്ല, കാരണം അത് ക്ലിക്ക് ചെയ്തിട്ട് ഓടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിലെ കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും. അതായത് പള്ളീൻ്റെ ഉള്ളിൽ ആ ക്ലോക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ പള്ളീൻ്റെ ഉള്ളിലൊക്കെ വാങ്ങ സമയത്തിൻ്റെ ആ ഒരു ക്ലോക്ക് ഉണ്ടാവില്ല, ആ ഒരു സംഗതി. അപ്പോൾ അതിൽ നോക്കിയിട്ട് അതിൽ വല്ല അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് അതേപോലെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഫജർ വാങ്ക് എന്ന് പറയുന്നത് 5:23 പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം 5:20 വാങ്ങ് കൊടുത്തുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് +0 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഫജറിൻ്റെ അവിടെ എന്ത് ചെയ്യാന്നറിയോ, ഫജറിൻ്റെ അവിടെ ഒരു മൈനസ് ഇട്ടിട്ട് 3 അടിക്കുക. ഓക്കെ, എന്നിട്ട് സേവ് കൊടുക്കുക. സേവ് കൊടുത്തു കഴിഞ്ഞാൽ 5:20 അവിടെ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഓരോ വാങ്കിൻ്റെ സമയത്തും അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്താനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഫജർ വാങ്ക് 5:24 കൊടുത്തു എന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് നിങ്ങൾ 1 എൻ്റർ ചെയ്താൽ മതി. ഒന്ന് എൻ്റർ ചെയ്താൽ മതി. എന്നിട്ട് സേവ് കൊടുത്താൽ അത് 5:24 ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഓരോ സമയത്തും ഓരോ വാങ്ക് കൊടുക്കുന്ന സമയത്തും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പള്ളീൻ്റെ നെയിം ഇതിനകത്ത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇവിടെ മസ്ജിദ് 1, മസ്ജിദ് 2, മസ്ജിദ് 3, മസ്ജിദ് 4 എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നില്ലേ. അപ്പോൾ നിങ്ങളുടെ പള്ളീൻ്റെ നെയിം ഇതിനകത്ത് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് മസ്ജിദ് നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പള്ളിയുടെ പേര് നിങ്ങൾ എൻ്റർ ചെയ്യുക. ഇത് എൻ്റർ ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല, കാരണം അതിനനുസരിച്ചല്ല നമ്മുടെ മറ്റേ സമയം ഇതിൽ കാണിക്കുന്നത്, നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചിട്ടാണ് ഇതിനകത്ത് സമയം കാണിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു ചന്തത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്ത് പള്ളിൻ്റെ പേര് ആഡ് ചെയ്യാൻ തന്നെ ഉള്ളൂ. ഓക്കെ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ഞങ്ങളുടെ പള്ളിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്തു. ഞാൻ ഡിസ്ക്രിപ്ഷനൊന്നും സെറ്റ് ചെയ്യുന്നില്ല, സേവ് കൊടുക്കുന്നു ഡയറക്റ്റ്. അപ്പോൾ ആ പള്ളിൻ്റെ നെയിം അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഈ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 4 സ്ഥലങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ളത് കാണിക്കുന്നുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് 7 സ്ഥലങ്ങൾ വരെ ഇതിനകത്ത് ആഡ് ചെയ്യാം. പക്ഷേ എൻ്റെ ഒരു സജഷൻ പ്രകാരം നിങ്ങളിതിൽ എല്ലാ സ്ഥലങ്ങളിലും വാങ്ങിക്കൊടുക്കണതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇററാവാൻ ചാൻസ് ഉണ്ട്. കാരണം നമുക്ക് കൃത്യസമയത്തിന് വാങ്ങ് കൊടുത്തു എന്ന് വരില്ല. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിനെ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഓൺ ചെയ്ത് വെച്ചാൽ മതി. ബാക്കിയുള്ളതിൻ്റെയൊക്കെ മ്യൂട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിൽ 7 എണ്ണത്തിൻ്റെ എങ്ങനെ ആഡ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ കുറച്ച് ലെങ്തി ആയിട്ട് പറയുന്നുണ്ട് അല്ലേ, അത് നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. എന്നിട്ട് ഈ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് പേജ് സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് 4 എന്ന് പറഞ്ഞിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. അത് 7 കൊടുക്കുക. 7ൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. 7 ഇതുവരെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ഇവിടെ 8 അടിച്ച് കാണിച്ചു തരാം. 8 ആടാവില്ല, കണ്ടോ, പരമാവധി 7 പേജുകൾ മാത്രമേ പാടുള്ളൂ എന്നാണ്. അപ്പോൾ 7 കടിക്കുന്നു, സേവ് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 7 സ്ഥലങ്ങൾ വരെ ഇതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ, ഇങ്ങനെ ഒരു പോപ്പപ്പ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് നോട്ടിഫിക്കേഷൻ പെർമിഷനാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യാന്നറിയോ, ഷോ നോട്ടിഫിക്കേഷൻ കൊടുക്കുക, എന്നിട്ട് അലോ കൊടുക്കുക. അപ്പോൾ ഇവിടെ അത് പച്ച കളറിൽ കത്തുന്നതാണ്. ഓക്കെ, എന്നിട്ട് എച്ചിട്ട് കൊടുക്കുക. ഇനി ഈ സംഗതി നിങ്ങൾക്ക് പോപ്പപ്പ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സിൽ പോവുക. എന്നിട്ട് നോട്ടിഫിക്കേഷൻ സെറ്റിങ്സിൽ വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. എന്നിട്ട് ഈ ടിക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് പെർമിഷൻ നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇനി കൃത്യസമയത്ത് വാങ്ങ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്തൊരു സെറ്റിങ്സ് ഓൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് ഗ്യാരണ്ടി അലാറം സെറ്റിങ്സ്. അപ്പോൾ അതെങ്ങനെ ഓൺ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സിൽ വരിക. അപ്പോൾ ഇവിടെ ഗ്യാരണ്ടി അലാറം സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിപ്പോൾ എൻ്റെ ഇവിടെ എന്തോ ഓക്കെ എന്നാണ് കാണിക്കുന്നത്, പക്ഷേ ഈ ടിക്ക് ഇതിൽ കത്തിയിട്ടില്ല. സാധാരണ ഇത് എന്താ പറയുക, അത് ഓക്കെ അല്ലേ കാണിക്കുക, ചുവപ്പ് കളറിൽ വേറെ എന്തൊക്കെ ഇത് കാണിക്കുമോ. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി സേവറിൻ്റെ പേജിലേക്കായിരിക്കും പോവുക. ഓക്കെ, ബാറ്ററി സേവറിൻ്റെ പേജിലേക്കായിരിക്കും പോവുക. അപ്പോൾ ഇവിടെ ആക്റ്റീവ് ആപ്സ്, അതായത് ഏതൊക്കെ ആപ്സിലാണ് ബാറ്ററി സേവർ ഓൺ ആയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിവിടെ നിസ്കാര സമയം സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് സേവ് പവർ കൊടുക്കുന്നു. സേവ് പവർ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് ബാറ്ററി സേവറിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. അത് മാറ്റിയിട്ട് നോ റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ബാക്ക് വരിക. എന്നിട്ട് എക്സിറ്റ് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ ചെയ്യേണ്ട പണി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ ഇപ്പോൾ നമ്മൾ എന്താ പറയുക, നാളത്തെ നോമ്പിന് നിയത്ത് വെക്കാൻ മറന്നുപോയി,
അല്ലെങ്കിൽ നാളെ വെള്ളിയാഴ്ചയാണ് എന്നുള്ളതൊക്കെ നമ്മൾ മറന്നു പോയെന്നുണ്ടെങ്കിൽ അതൊക്കെ കൃത്യസമയത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നതാണ്. അതിനായിട്ട് ഈ 3 ഡോട്ടിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക, സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയതിന് ശേഷം ജനറൽ സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. അതായത് റിമെമ്പർ നിയത്ത് എന്നും പ്രിപ്പയർ ഫോർ ഫ്രൈഡേ എന്നും. അപ്പോൾ ഇതിൻ്റെയൊക്കെ താഴെ നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ റിമെമ്പർ നിയത്തിൻ്റെ താഴെ കണ്ടില്ല എഴുതി കാണിക്കുന്നത്, റമദാനിൽ എല്ലാ രാത്രിയിലും ഫജറിന് മുമ്പായി നിയത്ത് ചെയ്യാൻ ഓർമ്മിപ്പിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഇത് ഡിഫോൾട്ടായിട്ട് എല്ലാ മൊബൈലിലും എനാബിൾ ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. പക്ഷേ നിങ്ങളുടെ ഫോണിൽ ചിലപ്പോൾ മേ ബി എനാബിൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾ എനാബിൾ ചെയ്യുക എന്നുള്ളതാണ്. ഇത് എനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിയത്ത് വെക്കാനുള്ള ആ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഫോണിൽ വരുന്നതാണ്. ഇനി താഴെ പ്രിപ്പയർ ഫോർ ഫ്രൈഡേ, അതായത് നാളെ വെള്ളിയാഴ്ചയാണ്, നാളെ ജുമാക്ക് പോകണം എന്നൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ഇതും നിങ്ങൾ എന്ത് ചെയ്യുക, ഓൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. അതായത് 10-11 MB ഉള്ളൂ ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഞാനിത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിന്നെ കമൻറ്റ് ബോക്സിലും ഒക്കെ ഞാൻ കൊടുക്കാം, മുകളിൽ ഐക്കാർഡിലും കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, ഇന്ന് തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ അപ്പോൾ എന്തായാലും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതിലേക്കും ബൈ.